ഇന്ന് രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. രാത്രി ഫ്രാൻസിൻ്റെ കളി കണ്ട് ഉറങ്ങുമ്പോഴത്തേക്കും നല്ല വൈകിട്ടുണ്ടായിരുന്നു. എപ്പോൾ മുതലാണെന്ന് അറിയില്ല, ഈ ദോശമാവൊക്കെ അരച്ച് വെച്ചിട്ട് അതിങ്ങനെ പൊങ്ങി വരുന്ന കാണുമ്പോൾ എനിക്ക് ഇപ്പോൾ ചെറുതായിട്ട് സന്തോഷമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. തലേന്ന് ഇത് അരച്ച് വെക്കുന്ന മുതൽ പിറ്റേന്ന് ഇത് പൊങ്ങി വരുമോ എന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സാധാ ഉഴുന്നുദോശ ഞാൻ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലെങ്കിലും ഈ റാഗീൻ്റെ ഉഴുന്നുദോശ ഞാൻ എപ്പോഴും ഉണ്ടാക്കിയാലും നന്നാവാറുണ്ട്. എന്തായാലും രാത്രി കളിയൊക്കെ കണ്ട് ലേറ്റായിട്ട് ഉറങ്ങിയപ്പോൾ രാവിലെ 6:30 എണീറ്റ് അർജന്റീനയുടെ കളി കാണണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഉറക്കം അതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറുപ്പത്തിൽ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഫുട്ബോൾ കണ്ടിട്ടാണ് ഞാനും ചെറിയൊരു ഫുട്ബോൾ ഫാനായത്. പിന്നെ രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് അച്ഛൻ്റെ കൂടെ ഞാനും ഫുട്ബോൾ കാണാറുണ്ടായിരുന്നു. അച്ഛനൊരു ബ്രസീൽ ഫാൻ ആയതുകൊണ്ടായിരിക്കും തുടക്കത്തിൽ ഞാനും ഒരു ബ്രസീൽ ഫാനായിരുന്നു. പക്ഷെ പിന്നീട് ഫുട്ബോൾ കണ്ട് പതിയെ ഞാനൊരു ഫ്രാൻസിൻ്റെ ഫാനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രാൻസിൻ്റെ കളി എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ രാവിലെ എണീറ്റ് അർജന്റീനേൻ്റെ കളി കാണണമെന്ന് വിചാരിച്ചതാണെങ്കിലും അത് നടന്നില്ല. പക്ഷെ ആ വിഷമം ഹൈലൈറ്റ്സ് കണ്ട് തീർത്തിട്ടുണ്ട്.